ചൈനയിലോട്ട് ചേക്കേറുന്നതാണ്. സുഹൈൽ ആരോ മുടിവെട്ടലിൽ പോയെങ്കിലും നമുക്ക് പിന്നെ പോകേണ്ടതുകൊണ്ട് 3 പേരും ത്രിബിൾസും വെച്ച് സങ്കടം വന്ന ഫുഡ് കഴിക്കാന്നുള്ളത് നേരെ പെയ്തുകൊണ്ട് ചില്ലീസിക്കും പോയി. എല്ലാ ദിവസവും വെള്ളമുള്ള ഹോട്ടലിൽ ഞങ്ങൾ ചെന്നപ്പോൾ വെള്ളമില്ല, എന്തോ ചെയ്യൂന്ന് പറഞ്ഞു നോക്കണേ. സീറ്റ് കിട്ടിയിരുന്നപ്പോൾ ജനസാഗരമായിരുന്നു അതിന്റെ ഉള്ളിൽ. പാക്കറെ നമ്മൾ ഇതിന് മുന്നേ കാണിച്ചെങ്കിലും ഏറ്റവും അടുത്ത കൂട്ടുകാരെ ഹസൻകുട്ടിയെ നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല. ഈ കോട്ട് സൂട്ടിട്ട ചേട്ടനായിരുന്നു നമ്മുടെ ഓർഡർ എടുക്കാൻ വന്നത്. ഈ ചേട്ടൻ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാത്രം വെച്ചപ്പോൾ എത്രയും പെട്ടെന്ന് ഫുഡ് വരില്ലോ എന്നുള്ളതിന്റെ കിടിയാണ് ഈ കാണുന്നത്. ഫുഡിൽ വീതം വെക്കൽ ഇവരായതുകൊണ്ട് ആയതിന് എനിക്കൊരു പൊറോട്ടയും തന്നു. രണ്ടാമത്തെ പൊറോട്ട അവിടെ വെച്ചിട്ട് ഈ സാധനത്തെ തൊട്ട കണ്ണി ഞാൻ കുത്തി പൊട്ടിക്കുന്നു. നാട്ടിൽ വന്നിട്ട് പെരിപെരി അൽഫാം കഴിച്ചില്ലെങ്കിൽ മോശമില്ല വെച്ചിട്ട് പെരിപെരി ഓർഡർ ചെയ്യുകയും ചെയ്തു. അർജം പറഞ്ഞ് കീറി പറിച്ചൊരു പൊറോട്ടയിൽ നല്ല അൽഫാത്തിന്റെ ഒരു പീസും എടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ചീസ് എന്നതിന് ശേഷം അണ്ടാവെന്ന അണ്ണാക്കിലേക്ക് ഇട്ടപ്പോ സംഭവം നല്ല വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നെങ്കിലും കഴിച്ച് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എന്റെ മോന്തൊക്കെ പാടെ മാറാൻ തുടങ്ങി. അണ്ടാവിൽ നിന്ന് കിണ്ടാവ് വരെ എന്തൊക്കെയോ അടിച്ച് പോകാൻ തുടങ്ങി. എരിവ് മാറാൻ വേണ്ടിയിട്ട് ബ്ലൂസി അല്ലെങ്കിൽ നീലക്കടലിന്റെ സംഭവത്തിലുള്ള മൊയ്ത്തിയും വാങ്ങി അത് മീൻ തൊള്ള തുറക്കണ മാതിരി സംഭവം ഒന്ന് എടുത്ത് കൂച്ചു നോക്കിയപ്പോൾ സംഭവം നല്ല വേവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ പരിപാടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ.